ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വെള്ളരിക്ക വെച്ചിട്ട് ഒരു അടിപൊളി, നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു മീഡിയം വലുപ്പമുള്ള വെള്ളരിക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലൊരു സവാളയും പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു 4 പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതൊക്കെ കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി വേണ്ടവർക്ക് ചേർക്കാം, ഞാൻ മുളക് പൊടി ചേർക്കണില്ല, പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഈ കറിക്ക് ഒരു മഞ്ഞൾപ്പൊടിയുടെ കളറാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് അതിനാവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേവാൻ ആവശ്യമുള്ള, കുക്കറിലാവുമ്പോൾ ഒരൊറ്റ ഫിസിലടിച്ചാൽ മതി കേട്ടോ, കൂടുതലായിട്ട് ഫിസിലൊന്നും അടിക്കണ്ട. ഒരു ഫിസിലടിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അതിക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയും 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 5-6 കൊച്ചുള്ളിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് പിന്നെ ചെറിയ ജീരകം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് മൂന്നും കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ കറി അപ്പോഴേക്കും വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുക്കർ തുറന്ന് നോക്കുമ്പോൾ അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങ പാർന്ന് കഴിഞ്ഞിട്ട് ഇത് നല്ലതുപോലെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ടൊന്നിങ്ങനെ ചൂടായി വന്നാൽ മതി. തേങ്ങ ഒഴിച്ചിട്ട് അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇപ്പോൾ ഞാനിതാ ഒന്ന് ചെറുതായിട്ട് ചൂടായപ്പോൾ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു 3 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ കറിക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ കറിയിൽ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് നല്ലതുപോലെ മൂടി വെക്കണം കേട്ടോ. എന്നാലും ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിക്ക് ഇറങ്ങിയിട്ട് കറി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. പുളിയോ തക്കാളിയോ ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെള്ളരിക്കൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്